സ്റ്റുഡൻസ് എന്ന ടോപ്പിക്കാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഓക്കെ, ഞാനത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നിങ്ങൾക്ക് അതിലൊരു ജാവ കോഡ് എഴുതിയാണ്. ഈ ജാവ കോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് test1 then public static void main string args then int variable a equal to 10 b equal to 5 then int c equal to a by b then system dot out dot println c ആ c നെ പ്രിന്റ് ചെയ്യുന്നതാണ്. then just ഒരു hello world, ഇത് ഇവിടെ hello world ഞാൻ കൊടുക്കണം. then remaining code എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റിമൈനിങ് കോഡാണത്. റിമൈനിങ് കോഡ് നമുക്ക് റിമൈനിങ് കോഡ് അറിയാം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഉള്ളത്. അതെ, ഈ ജാവ ഞാൻ ഈ ഫയൽ ഇത് റൺ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ആ പർട്ടിക്കുലർ ജാവ ക്ലാസ് ഞാൻ ഫയൽ റൺ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, ദെൻ എന്റെ വർക്കിംഗ് ഡയറക്ടറിയിലേക്ക് വന്നു. then java c space test1.java കമ്പൈൽ ചെയ്തു. then എറർ ഒന്നുമില്ല. then അത് റൺ ചെയ്യാണ്. java test1.java പിന്നെ ഔട്ട്പുട്ട് 2, കാരണം c എന്ന് പറയുന്നത് 10 divided by 2 equal to 10 divided by 5 equal to 2. then hello world remaining code ഇത് എഴുതിയേക്കുന്ന hello world remaining code എന്നാണ് വന്നേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അറിയാം, ഈ ആദ്യത്തെ ഈ 3 ലൈൻ, ഈ 3 ലൈൻ 1 2 3 ഈ 3 ലൈൻ എന്ന് പറയുന്നത് ഈ 3 ലൈനും ഡിപ്പെൻഡന്റ് ആണ്. ഇത് ഇന്റർ ഡിപ്പെൻഡന്റ് എന്ന് പറയും. കാരണം വെച്ചാൽ അറിയാം, നമുക്ക് ഈ സി പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഡിവൈഡ് ചെയ്യണം. എയും ബിയും കിട്ടിയാലാണ് നമുക്ക് ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ 3 കോഡ് നമുക്ക് ഇന്റർ ഡിപ്പെൻഡന്റ് കോഡ് എന്ന് പറയാം. അപ്പൊ നമുക്കൊരു ഇന്റർ ഡിപ്പെൻഡന്റ് കോഡാണ്. ഇപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ, ഞാൻ ഈ ബിയുടെ വാല്യൂ ഞാൻ 0 ആക്കി കൊടുക്കണം. ബിയുടെ വാല്യൂ 0 ആക്കി കൊടുക്കണം. അപ്പൊ എങ്ങനെ a by b എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് നമുക്കറിയാം. പക്ഷെ നമുക്കൊരു കമ്പ്യൂട്ടർ സെൻസിന് ഒരു പ്രോസസിംഗ് സെൻസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എററാണ്. കാരണം ഡിവൈഡ് ബൈ 0 എന്നൊരു സംഭവം നമുക്ക് ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കണം. ഞാൻ കമ്പൈൽ ചെയ്യണം. ഒന്നുകൂടി കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്യുമ്പോൾ ഒരു എററും കാണിക്കത്തില്ല. ഈ കോഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കമ്പൈൽ സമയത്ത് ഒരു എററും കാണിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇത് റൺ ചെയ്യാം. റൺ ചെയ്തപ്പോൾ ഒരു എറർ കണ്ടു. എന്താണെന്ന് എക്സെപ്ഷൻ ജാവ ഡോട്ട് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഡിവൈഡ് ബൈ 0 എന്നാണ് വന്നത്. ഓക്കെ, അപ്പൊ ഈ റൺ ടൈമില്, അതായത് കമ്പൈൽ ടൈമിൽ എറർ വരാതെ റൺ ടൈമിൽ എറർ വരുന്നതിനെയാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്പൈൽ ടൈം എറർ വരുന്നത്, റൺ ടൈമിൽ എറർ വരുന്നതിന് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അപ്പൊ ഇത് എക്സെപ്ഷൻ, ഇതാണ് എക്സെപ്ഷൻ. അതായത് റൺ ടൈമിൽ വരുന്ന എററിനെയാണ് നമുക്ക് എക്സെപ്ഷൻ എന്ന് ജാവയിൽ പറയുന്നത്. അപ്പൊ ജാവയിൽ എക്സെപ്ഷനെ മാനേജ് ചെയ്യാനായിട്ട് എക്സെപ്ഷൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ജാവയിൽ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്ന് കമന്റ് ചെയ്തതാണ് ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ. അപ്പൊ ഈ ട്രൈ ക്യാച്ച് ബ്ലോക്ക് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്റർ ഡിപ്പെൻഡന്റ് കോഡ്, അതായത് എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന കോഡ്, ആ കരുതുന്ന കോഡിനെ നമ്മൾ ട്രൈഡ് അകത്തേക്ക് മാറ്റണം. ട്രൈഡ് അകത്തേക്ക് മാറ്റുന്നു. അപ്പൊ എക്സെപ്ഷൻ എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ ട്രൈ കൊടുക്കുക. ദെൻ ആ പർട്ടിക്കുലർ ക്യാച്ച്, ആ പർട്ടിക്കുലർ ട്രൈക്ക് ഒരു ക്യാച്ച് കൊടുക്കും. ആ ക്യാച്ച് എന്ന് പറയുന്നത് ഏത് എററാണ്, ഏത് എക്സെപ്ഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളത് അത്. അപ്പൊ ഇതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പലതരം എക്സെപ്ഷൻസ് ഉണ്ട് നമുക്ക് ജാവയിൽ. അപ്പോ അരിത്തമെറ്റിക് എക്സെപ്ഷൻ, പിന്നെ അറേ ഔട്ട് ഓഫ് ബൗണ്ടറി എക്സെപ്ഷൻ,
കുറേയധികം നമുക്ക് എക്സംഷൻ ഉണ്ട്. നമുക്ക് പഠിച്ചു വെക്കേണ്ട കുറച്ച് ഒരു മിനിമം കുറച്ച് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. സോ നമുക്ക് ഇതിനകത്ത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന ക്ലാസ്സിനകത്താണ് നമ്മൾ ഈ എക്സെപ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ആയിരിക്കും. അതിനൊരു റെഫറൻസ് നമ്മൾ കൊടുക്കുന്നു. ആ റെഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കും. അപ്പൊ ഇതിന്റെ റെഫറൻസ് നമുക്ക് കിട്ടി. സോ നമുക്ക് ഇതിനകത്ത് ഈ എന്താണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്, എന്താണ് എറർ വന്നേക്കുന്നത് എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് പിന്നെ ഇതിനകത്ത് ഈ ഡോട്ട് ഇ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റെഫറൻസ് ആണ്. ഈ കാരണം അത്ലറ്റിക്സ് റെഫറൻസ് ആണ്. ആ റെഫറൻസിലെ ഗെറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, ഒരു മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യണം. സോ നമുക്ക് ഇത്രയുമാണ് നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഇതിപ്പോ നേരത്തെ റൺ ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി, ആദ്യം നമ്മൾ ഒരു എറർ, അതായത് ഡിവൈഡ് ബൈ 0 അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ 2 ഹലോ വേൾഡ് റിമൈനിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസിൽ നോക്കി, ഇവിടെ വെച്ചിട്ട് നമുക്ക് എവിടെ വെച്ചാണോ എക്സെപ്ഷൻ വന്നത് അവിടെ വെച്ചിട്ട് ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയി. സോ ഇപ്പൊ നിങ്ങളൊരു വലിയൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ 2000-3000 കോഡുള്ള ഒരു വലിയൊരു പ്രോഗ്രാം, ആ പ്രോഗ്രാമില് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് വെച്ചൊരു ഡിവിഷൻ ബൈ 0 വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് ഇന്റൻഷനലി അല്ല, ഒരു പ്രത്യേക ഒരു കമ്പ്യൂട്ടിംഗ് വന്നപ്പോൾ വരികയാണ്. പക്ഷെ അവിടെ വെച്ചിട്ട് നമുക്കൊരു ആ പ്രോഗ്രാം സ്റ്റോപ്പ് ആയി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഗുഡ് പ്രോഗ്രാം എന്ന് പറയും ഇല്ല. അപ്പൊ അങ്ങനെ വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം നമുക്ക് അതിനുള്ള എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യണം. സോ നമ്മൾ ഇപ്പോൾ ഈ പർട്ടിക്കുലർ കോഡ് നമ്മൾ ഒന്നുകൂടി കമ്പൈൽ ചെയ്യാണ്. ജാവാ സ്പേസ് test1.java. സോ എറർ ഒന്നും കാണിച്ചില്ല. ദെൻ ഞാനത് റൺ ചെയ്യാം. ഓക്കെ, നോക്കൂ ഇവിടെ നോക്കി, ഈ എക്സെപ്ഷൻ കണ്ടോ, ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഇപ്പൊ ഈ ഡിവൈഡ് ബൈ 0 എന്ന് വന്നിട്ടുണ്ട്, ഹലോ വേൾഡ് റിമൈനിങ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ട്രൈയും ക്യാച്ചുമാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ ഈ എക്സെപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സെപ്ഷൻ ഹാൻഡിലിന് വേണ്ടി നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രൈയും ക്യാച്ചുമാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് പോണെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ലൈൻ, ഈ ലൈൻ നമുക്ക് ലൈൻ 1 എന്ന് കൊടുക്കണം. ദെൻ ഇതിനെ ലൈൻ 2 എന്ന് കൊടുക്കണം. ദെൻ ഇത് ലൈൻ 3, then line 4, line 5, then line 6. സോ ഞാൻ ഇത്ര ഈ ലൈനിന്റെ ഇത് എങ്ങനെയാണ് എക്സിക്യൂഷൻ പോലെ നോക്കാം. ഇപ്പൊ നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് A = 10, B = 10, ലൈൻ 1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ലൈൻ 2, അപ്പൊ ഇത് ഫസ്റ്റ് എക്സിക്യൂഷൻ എങ്ങനെ പോണെന്ന് വെച്ചാൽ ആദ്യം ലൈൻ 1 ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനുശേഷം ലൈൻ 2 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനുശേഷം ഈ ലൈൻ 3 എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല, എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഒരു എറർ സംഭവിച്ചു. ഇവിടെ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ കൺട്രോൾ പോകുന്നത് ഈ ക്യാച്ചിനായിട്ടായിരിക്കും പോകുന്നത്. ഈ ക്യാച്ചിനകത്ത് ഈ ലൈൻ 4, ദെൻ ലൈൻ 4ലേക്കായിരിക്കും വരുന്നത്. ദെൻ ലൈൻ 4ന് ശേഷമാണ് നേരെ എവിടേക്ക് പോകുന്നത്, ലൈൻ 5 പോകും. ലൈൻ 5ന് ശേഷം നേരെ ലൈൻ 6ലേക്ക് പോകും. ഇത് എറർ ഉള്ള കണ്ടീഷനിൽ. ഇനി ഇതൊരു എറർ ഇല്ലാത്ത കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ എറർ ഇല്ലാത്ത കണ്ടീഷന്റെ എക്സിക്യൂഷൻ എങ്ങനെ പോകാൻ നോക്കാം. ഞങ്ങൾ കമന്റ് ചെയ്യുന്നത് നോർമലി ഇത് എറർ
ഇത് എറർ കണ്ടീഷനിലാണ് ഈ കാണുന്ന എക്സിക്യൂഷൻ. ദെൻ എറർ ഇല്ലാത്ത കണ്ടീഷനിൽ എങ്ങനെയാണ് ഇതിന്റെ എക്സിക്യൂഷൻ പോകുന്നത് നോക്കാം. ഇവിടെ ബി ഗെറ്റ് 10 തന്നെ കൊടുക്കുകയാണ്. എ ഡോട്ട് ബൈ ബി എന്ന് പറയുന്നത് 1 വരും. 1 സി പ്രിന്റ് ചെയ്യും. ദെൻ കമ്പൈൽ ചെയ്യുന്നു, ഒന്നുമില്ല, റൺ ചെയ്യുന്നു. ഹലോ വേൾഡ് റിമൈനിങ് കോഡ്. അപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് പോയത്? നോർമലി നമുക്ക് വരുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം ലൈൻ 1 ദെൻ ലൈൻ 2, അതുവരെ ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ ഇതിന് ശേഷം നോക്കുക, ലൈൻ 2 എ ബൈ വൈ 10/10 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ആയതുകൊണ്ട് നേരെ എന്ത് വരും? ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് കൺട്രോൾ ലൈൻ 3 പ്രിന്റ് ചെയ്യും. ലൈൻ 3 പ്രിന്റ് ചെയ്ത ശേഷം പിന്നെ ഇതിന്റെ എക്സിക്യൂഷൻ ചെയ്യുന്നത് ലൈൻ 6 സോ ഇങ്ങനെയാണ് ഒരു ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം എറർ ഉണ്ടെങ്കിൽ ലൈൻ 1, ലൈൻ 2, ലൈൻ 4, ലൈൻ 5, ലൈൻ 6. ഇനി എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലൈൻ 1, ലൈൻ 2, ലൈൻ 3, ലൈൻ 6. ഇങ്ങനെയാണ് ഇതിന്റെ എക്സിക്യൂഷന്റെ ഫ്ലോ വരുന്നത്. സോ ഞാനൊരു ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ എക്സിക്യൂഷൻ ഫ്ലോ പോകുന്നത്. ഇതിപ്പോ എങ്ങനെയാണ്? നോർമലി അരിത്തമെറ്റിക് എറർ ഉള്ളതും ഇത് റൈറ്റ് ഉള്ള കണ്ടീഷനാണ് രണ്ടാമത്തെ റെക്കോർഡ്. ഇത് എക്സ്ട്രാ ഒരു കോഡ് ആഡ് ചെയ്യും. ഈ കോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് new end of, അതായത് ഒരു ബി എന്ന അറേ 20 സൈസുള്ള ബി എന്ന അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നെക്സ്റ്റ് ലൈനില് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന ബി ഓഫ് 25 കൊടുക്കുന്നത്. നോക്കി, ഞാൻ നമ്മുടെ അവരുടെ സൈസ് എത്രയാണ്? 20 ആണ്. അപ്പൊ ഞാനിപ്പോ പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? 25 ആണ്. സോ നമുക്ക് ഉറപ്പായിട്ട് എറർ വരും. കാരണം നമുക്ക് 20 സൈസിൽ നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കുന്നത് 20യുടെ മുകളിലുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ ഇതിന് ഈ ഒരു ടൈപ്പ് എറർ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് array ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ എന്നാണ് ഈ എക്സെപ്ഷൻ പറയുന്ന പേര്. ഈ ഒരു പർട്ടിക്കുലർ എക്സെപ്ഷൻ പറയുന്ന പേരാണ് array ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. array ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാനത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനത് പ്രിന്റ് ചെയ്യിക്കുകയാണ് ഇങ്ങനെ വരുന്നത്. സോ ഇതിന്റെ നോർമൽ കണ്ടീഷൻ ഇപ്പൊ ഇതിന്റെ ഒരു ഞാനിതിന്റെ ഈ ലൈൻ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യാണ് അപ്പോൾ നിങ്ങളൊരു അറിയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ലൈൻ 1, then is a line 2, then 3, 4, 5, 6, 7, 8, 9, 10. സോ ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്, ലൈൻ നമ്പർ പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ array ഔട്ട് ഓഫ് ബൗണ്ട് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എക്സിക്യൂഷൻ നോക്കാം. സോ ഫസ്റ്റ് ലൈൻ സിസ്റ്റം തന്നെ BF25 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി A equal to 10, B equal to 10, then into C equal to B. സോ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എങ്ങനെ വരുന്നത് ഞാൻ കമ്പൈൽ ചെയ്യുന്നു.
ഇതിനകത്ത് നമുക്കിവിടെ ഇവിടെ ഇൻഡെക്സ് അവിടെ ഒരു നോർമലി ഇതിങ്ങനെ അല്ല കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടത്. ദെൻ ഞാൻ റൺ ചെയ്യുന്നു. ഓക്കെ, ഞാൻ കമ്പൈൽ ചെയ്യുന്നു. ബി നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബി ഇവിടെ ഒരു ബി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു അറേ ബി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് ക്യാപിറ്റൽ ബി ആക്കി കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും എടുക്കുന്നത് രണ്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാലോ, അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ദെൻ ഞാനത് കമ്പൈൽ ചെയ്യുന്നു. എററൊന്നുമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ബി എന്നൊരു 20 സൈസുള്ള ബി എന്ന അറേ ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അത് ലൈൻ 2 നമുക്ക് ഒരു എറർ അടിക്കും. അതിന് എന്താ അടിക്കുന്നത്? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ അടിക്കും. ഓക്കെ, ഈ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ അടിച്ചിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഞാൻ ഇവിടെ ഒരു ഇവിടെയാണ് പ്രിന്റ് ചെയ്യിക്കുന്നത് ഉള്ളത് അറിയാനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലസ് സിംബൽ ഇട്ട് അറേ ഔട്ട് ഞാൻ കൊടുക്കുകയാണ്. ദെൻ ഇവിടെയാണ് ഞാൻ വരുന്നത്, ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് വരുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ എന്താ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അരിത്തമെറ്റിക് എന്ന് കൊടുക്കുകയാണ്. ഇവിടെയാണ് വരുന്നത് അറിയാനായിട്ട്, ഈ പർട്ടിക്കുലർ കണ്ടീഷൻ ആണ് വരുന്നത് അറിയാനായിട്ട് അരിത്തമെറ്റിക് എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഇവിടെ സേവ് ചെയ്തിട്ടു. ദെൻ ഞാനിത് വീണ്ടും കമ്പൈൽ ചെയ്യുന്നു. കാരണം സേവ് ചെയ്തിട്ട് നമ്മൾ പ്രാവശ്യം ഇവിടെ എറർ ഒന്നും തന്നില്ല. പിന്നെ ഇവിടെ നോക്കുന്നത് ഇതിന്റെ അറേ ഔട്ട് ഓഫ് ബൗണ്ട് ഇൻഡെക്സ് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ 1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ലൈൻ 2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എറർ വരും. എറർ വന്നു കഴിയുമ്പോൾ നേരെ എവിടേക്ക് വരും? ലൈൻ 9 വരും. കാരണം ലൈൻ 8 വരും. കാരണം ഇവിടെയാണ് അതിന്റെ പർട്ടിക്കുലർ ക്യാച്ച് എഴുതിയിരിക്കുന്നത്. ദെൻ ലൈൻ 9 പ്രിന്റ് ചെയ്യും. ദെൻ ലൈൻ 10 പ്രിന്റ് ചെയ്യും. ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്? അറേ ഔട്ട് ഓഫ് ബൗണ്ട് ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എറർ സംഭവിക്കും. എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് ലൈനിലോട്ട് പോകും? ബാക്കി എല്ലാ ലൈനും ബൈപ്പാസ് ചെയ്ത് ലൈൻ 8 പോകും. ദെൻ ലൈൻ 9 പോകും. ദെൻ 10 പോകും. സോ ഇതാണോ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അറേ ഔട്ട് കണ്ടോ, ഈ അറേ ഔട്ട് ആണ് പ്രിന്റ് ചെയ്തത്. ഇൻഡെക്സ് 25 ഔട്ട് ഓഫ് ബൗണ്ട്സ് ഫോർ ലെങ്ത് 20. സോ ഇതാണ് റിമൈനിങ് കോഡ്. ഇത് ബാക്കി റിമൈനിങ് കോഡ് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ 25 ഔട്ട് ഓഫ് ബൗണ്ട്സ് ഫോർ ലെങ്ത് 20. കണ്ടോ, ഇതാണ് അതിന്റെ എറർ മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സ് 25 ഔട്ട് ഓഫ് ബൗണ്ട്സ് ഫോർ ലെങ്ത് 20. ഇപ്പോ ഇവിടെ അറേ ഔട്ടിലാണ് വന്നിരിക്കുന്നത്, മനസ്സിലായി. ഓക്കെ, ഇനി ഇതിന്റെ അപ്പൊ ഞാൻ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കിയിട്ട് ഞാൻ 15 കൊടുത്തു. ദെൻ എന്താ സംഭവിക്കാൻ നോക്കാം. ഇനി ഞാൻ റൺ ചെയ്ത സംഭവിക്കാൻ നോക്കാം. ഇപ്പൊ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിന്റെ എക്സിക്യൂഷൻ ലൈൻ 1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ലൈൻ 2 എക്സിക്യൂട്ട് ചെയ്യും. കാരണം അവിടെ അറിയുന്നത് ലൈൻ 3 എക്സിക്യൂട്ട് ചെയ്യും. ലൈൻ 4 എക്സിക്യൂട്ട് ചെയ്യും. അത് യാതൊരു കാരണമൊന്നുമില്ല. നോർമലി ഇതിന്റെ പ്രൊസീജർ ഇവിടം വരെ എക്സിക്യൂട്ട് ലൈൻ 1 2 3 4 5 എക്സിക്യൂട്ട് ചെയ്തിട്ട് 10 എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി അഥവാ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എറർ സോൾവ് ചെയ്തു. 0 1 ഹലോ വേൾഡ്. ഈ 0 പ്രിന്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BF15 0 എന്നാണ് ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ വന്നിരിക്കുന്നത്. 0 പ്രിന്റ് ചെയ്തത്. ദെൻ 1 എന്ന് പറയുന്നത് A/B ചെയ്തപ്പോഴാണ് 1 വന്നത്. ദെൻ ഇനി നമുക്ക് അടുത്തൊരു എറർ വന്നു കഴിഞ്ഞാൽ, എറർ എന്ന് പറഞ്ഞാൽ ഏത് എറർ? അരിത്തമെറ്റിക് എറർ വന്നു കഴിഞ്ഞാൽ, അരിത്തമെറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ നമുക്ക് 0 ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് പോണെന്ന് നോക്കാം. അപ്പൊ ലൈൻ 1 പ്രിന്റ് ചെയ്യും, ലൈൻ 2 പ്രിന്റ് ചെയ്യും,
then line 3 പ്രിന്റ് ചെയ്യും. ലൈൻ 3 കഴിഞ്ഞിട്ട് ലൈൻ 4 വരുമ്പോൾ എന്ത് സംഭവിക്കും? എറർ അടിക്കും. അതായത് 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 വർക്ക് ചെയ്യും, then 4ൽ വെച്ചിട്ട് എറർ അടിക്കും, കാരണം ഡിവൈഡ് ബൈ 0 ആണ്. അപ്പോൾ നേരെ എവിടേക്ക് ചെല്ലും? അതിന്റെ എക്സെപ്ഷൻ എവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ലൈൻ 6ലാണ്. 6ൽ വന്നിട്ട് then നേരെ 10ൽ 6 വന്നിട്ട് 7ൽ വരും. 7ൽ വന്നിട്ട് നേരെ 10ലോട്ടാണ് പോകുന്നത്. ഇതാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ക്ലിയർ സ്ക്രീൻ ചെയ്യാണ്. ദെൻ ഇത് ഞാൻ കമ്പൈൽ ചെയ്യുന്നു. സോറി, ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഒന്നുകൂടി കമ്പൈൽ ചെയ്യാം. ഇപ്പൊ അരിത്തമെറ്റിക് എക്സെപ്ഷൻ വരുന്നുണ്ട്. കാരണം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബി ഡിവൈഡ് ബൈ 0 ആണ്. അപ്പൊ നമ്മൾ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ? അരിത്തമെറ്റിക് ഇവിടെ ഞാൻ അരിത്തമെറ്റിക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മെസ്സേജ് ആണ് ഡിവൈഷൻ ബൈ 0, ബാക്കി ഹലോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ വരുന്നത്. ഏതാണോ എറർ ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ എറർ എടുത്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു സ്പെഷ്യൽ കേസാണ് പഠിക്കുന്നത്. ഈ സ്പെഷ്യൽ കേസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഈ ട്രൈ ക്യാച്ച് ബ്ലോക്ക് നിങ്ങൾ കണ്ടു. ഇത് ഈ പർട്ടിക്കുലർ ഈ ട്രൈനകത്ത് ക്യാച്ച്. ഇനി ഒരു നെക്സ്റ്റ് ട്രൈ ക്യാച്ച് ബ്ലോക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ട്രൈ 2 ക്യാച്ച് ഇവിടെ ഉണ്ട്. ഞാൻ ഇതിനെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ ഒരു ഇത്രയൊരു പോർഷൻ നിങ്ങൾക്ക് അറിയാം. ഈ ഒരു ട്രൈ ക്യാച്ചിനകത്തുള്ളത് ഇത് ഞാൻ ട്രൈക്കകത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ പോർഷൻ, അതായത് ഇത്രയൊരു പോർഷൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ട്രൈഡ് അകത്താണ്, ഈ പർട്ടിക്കുലർ ട്രൈഡ് അകത്ത് ഈ ട്രൈക്ക് എൻഡ് വേണം. ഈ ഒരു പർട്ടിക്കുലർ ട്രൈ ബ്ലോക്കിനകത്താണ് ഞാൻ ഈ ട്രൈ ക്യാച്ച് എഴുതിയേക്കുന്നത്. ഇതിന്റെ ക്യാച്ച് ഇവിടെയാണ്, ഈ ട്രൈയുടെ ക്യാച്ച് ഇവിടെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ അകത്തൊരു എറർ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് പോണേന്ന് നോക്കാം. ഇത് എക്സിക്യൂഷൻ പോണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ 1 എക്സിക്യൂട്ട് ചെയ്യും, ദെൻ ലൈൻ 2 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ ട്രൈയുടെ ബ്ലോക്കിനകത്തേക്ക് പോകും. ഇൻഡി A = 10 എക്സിക്യൂട്ട് ചെയ്യും. B ലൈൻ 3 എക്സിക്യൂട്ട് ചെയ്യും. ലൈൻ 4 വരുമ്പോൾ ഇതിന് എക്സെപ്ഷൻ അടിക്കും, കാരണം A/B എന്നത് എക്സെപ്ഷൻ അടിക്കും. നേരെ എന്ത് ചെയ്യും? അരിത്തമെറ്റിക് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻസൈഡ്, അതായത് നെക്സ്റ്റഡ് ട്രൈനകത്താണ് ഇത് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈ. ഈ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് ട്രൈ ആണ്. അതായത് ഈ ട്രൈയുടെ ഫസ്റ്റ് ക്യാച്ച് ആണ് ഇത് ഫസ്റ്റ് ട്രൈ. ഇത് നെക്സ്റ്റ് ട്രൈയുടെ ക്യാച്ച് ആണ്. സോ നമ്മൾ ഇവിടെയാണ് അത് ഈ ഒരു പർട്ടിക്കുലർ ഇത് ഈ ട്രൈയുടെ അകത്താണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടത്തെ എക്സെപ്ഷൻ ആയിരിക്കും റൺ ആവുന്നത്. നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അത് കമ്പൈൽ ചെയ്തു, ദെൻ ഞാൻ റൺ ചെയ്തു. സോ റൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രൈ വന്നു. അതിനുശേഷം ഈ ക്യാച്ചിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ ഇവിടെ ഈ ഒരു ലൈനിലേക്കാണ് പോകുന്നത്. ഈ ക്യാച്ച് വർക്ക് ചെയ്തിട്ട് നേരെ എവിടേക്കാണ് പോകുന്നത്? ഈ ലാസ്റ്റ് ലൈനിലേക്കാണ് പോകുന്നത്, ലാസ്റ്റ് പോയിന്റിലേക്കാണ് പോകുന്നത്. സോ ഞാൻ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. ഇവിടെ ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10/5 എന്ന് പറഞ്ഞു വരും. അതായത് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പൊ യാതൊരു എററും ഇല്ല. ഇത് കറക്റ്റ് ആയിട്ട് സിന്റാറ്റിക്കലും അത് ലോജിക്കലി കറക്റ്റ് ആണ്. ഞാൻ ഒന്നും കൂടി ഇത് കമ്പൈൽ ചെയ്യാണ്. ഞാൻ റൺ ചെയ്യാണ്. ഞാനത് ആ പർട്ടിക്കുലർ പ്രോഗ്രാം റൺ ചെയ്യാം. 0 to ഹലോ വേൾഡ്, കാരണം BF15 വാല്യൂ 0 വന്നു, 2 ഹലോ വേൾഡ് ഇതിങ്ങനെ വന്നു. ഇനി നമുക്ക് ഇവിടെയാണ് ഒരു എറർ വന്നെങ്കിൽ, അതായത് ഫസ്റ്റ് ട്രൈനകത്ത്, അതായത് ഔട്ട്സൈഡ് ട്രൈനകത്താണ് എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയായിരിക്കും വരിക നോക്കാം. ഇത് നമുക്ക് ഏത് ലൈനായിരിക്കും? ഫസ്റ്റ് ലൈൻ 1 വർക്ക് ചെയ്യും, ദെൻ ലൈൻ 2 വർക്ക് ചെയ്ത ശേഷം നേരെ എവിടേക്ക് വരും?
ഇതിന്റെ പർട്ടിക്കുലർ ക്യാച്ചിലേക്ക് വരും. ഇതിന്റെ എവിടെയാണ് അവർ സംഭവിച്ചത് നേരെ അപ്പോൾ തന്നെ ആ എക്സെപ്ഷനിലേക്ക് വരും. ആ എക്സെപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ, ഫസ്റ്റ് ട്രൈ, ഈ ഫസ്റ്റ് ട്രൈ ആണ് വർക്ക് ചെയ്തത്. 55 ഔട്ട് ഓഫ് ഇൻഡെക്സ് ഫോർ ലെങ്ത് 20, 20 സൈസ് ഉള്ളത് നമ്മൾ 55 പ്രിന്റ് ചെയ്യാൻ നോക്കിയതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചോന്ന് നോക്കി, ഈ ട്രൈ നമുക്ക് വർക്ക് ചെയ്തേ ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് നെസ്റ്റഡ് ട്രൈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പല കണ്ടീഷനും ഇപ്പൊ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വണ്ണിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ബിയുടെ വാല്യൂ എപ്പോഴെങ്കിലും ഡിവൈഡ് വാല്യൂ 0 ആകാൻ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. കാരണം ഇത് സിയുടെ ഡിവിഷൻ ചെയ്യുമ്പോൾ ബൈ 0 നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ അപ്പൊ അത് ബൈ 0 ആണെന്നുള്ള കണ്ടീഷൻ നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ട് വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കണ്ടീഷൻ എറർ വരെ കണ്ടീഷൻ നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ട് വരുന്നത് നമ്മൾ പ്രത്യേക ഒരു കമാൻഡ് യൂസ് ചെയ്യും. ഇഫ് ബി ഈക്വൽ ടു 0, ഇഫ് ബി ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതായത് നമുക്കൊരു എറർ വരാൻ ചാൻസ് ഉണ്ട്. ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എറർ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ നമ്മളതിനെ നമ്മൾ സിസ്റ്റം അല്ല, നമ്മൾ മാനുവലി ഒരു എറർ ജനറേറ്റ് അല്ലെങ്കിൽ അതിന്റെ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക് എക്സെപ്ഷന്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാണ്. ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഇവിടെ നിന്ന് കോൾ ചെയ്യണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ, ഈ കണ്ടീഷൻ റൺ ചെയ്യുമ്പോൾ എന്താണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് നെയിം test2 എന്നാണ്. ഞാൻ test2 ജാവ ഞാനത് കമ്പൈൽ ചെയ്യുന്നു. ദെൻ ഈ പർട്ടിക്കുലർ സംഭവം വർക്ക് ചെയ്യുന്നു. നള്ള് ഹലോ വേൾഡ്. ഇപ്പൊ നമ്മൾ നോക്കി നൾ എന്നാ വന്നേക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പത്തെ കണ്ടീഷൻ ആയിരുന്നെങ്കിലോ, ഇവിടെ അരിത്തമെറ്റിക് എക്സെപ്ഷൻ അടിക്കുന്ന കണ്ടീഷൻ ആണെങ്കിലോ, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഇത്രയും ഒരു പോർഷൻ ഞാൻ കമന്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ഡിവിഷൻ ബൈ 0 ഹലോ വേൾഡ്. ഈ ഡിവിഷൻ ബൈ 0 എന്നുള്ളത് ഈ അരിത്തമെറ്റിക് എക്സെപ്ഷന് സിസ്റ്റം തരുന്ന മെസ്സേജ് ആണ്. ഓക്കെ, ഇനി നമ്മളായിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ഇൻവോക്ക് ചെയ്യാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളായിട്ടാണ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ കമാൻഡ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രിങ് പാസ് ചെയ്യാൻ പറ്റും. ആ സ്ട്രിങ് പാസ് ചെയ്യണത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നമുക്ക് ഏതെങ്കിലും ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കി സിസ്റ്റത്തിന്റെ മെസ്സേജ് ഡിവൈഡ് ബൈ 0 എന്നാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമുക്ക് ഇവിടെ ഇത് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതിപ്പോ ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നപ്പോൾ വന്നത് എന്തായിരുന്നു? നൾ എന്ന വാല്യൂ വന്നത്. അപ്പൊ നമുക്കത് കൊടുക്കാം, നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമുക്കിത് ഇവിടെ ക്യാപ്സ് ലോക്കിൽ ഡിവൈഡ് ബൈ 0, ഇത് ഞാനൊരു സിസ്റ്റം ഡിഫൈൻഡ് ഒരു പ്രോഗ്രാമർ ഡിഫൈൻഡ് ഒരു മെസ്സേജ് ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. സോ ഞാൻ സേവ് ചെയ്തു. ഞാനിതൊന്നും കൂടി കമ്പൈൽ ചെയ്യാണ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇത് ഡിവൈഡ് ബൈ 0 എന്നുള്ളത് ഇവിടെ വന്നു. ദെൻ അരിത്തമെറ്റിക് ഇതിന്റെ
ഈ മെസ്സേജ് ഫില്ല് ചെയ്ത് ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ഇതിന് ഹലോ വേൾഡ്. സോ ഇതാണ് നമ്മൾ ത്രോ. അതായത് നമുക്കൊരു എക്സെപ്ഷൻ വരുമെന്ന് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നമുക്ക് ഈ ത്രോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ട്രൈ, ക്യാച്ച്. ആ ക്യാച്ച് കൊണ്ട് അടുത്തൊരു കീവേഡ് ത്രോസ്, അത് എക്സെപ്ഷൻ ഹാൻഡിൽ കൂടുതലുള്ളതാണ്. സോ അത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ത്രോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ കുറച്ച് മാറ്റാൻ പോവുകയാണ്. ഈ ഒരു ഇത്രയും ആവശ്യമില്ല. ഓക്കെ, ഞാനൊരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത് പബ്ലിക് int divide int a comma int b int divide int a comma int b return a by b കൊടുത്തു. എന്താണ് മെയിൻ ഫംഗ്ഷൻ ഞാൻ അങ്ങനെ കോൾ ചെയ്യാൻ പോവുകയാണ്. കോൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println സിസ്റ്റം ഡോട്ട് ഔട്ട് println result result divide (20, 10). നമുക്ക് ഒരു ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു സ്റ്റാറ്റിക് ഫംഗ്ഷനിൽ നിന്നിട്ട് നമുക്ക് ഒരിക്കലും നമുക്കൊരു മെമ്പർ ഫംഗ്ഷനെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്റ്റാറ്റിക് ഫംഗ്ഷൻ നോക്കിയിട്ട് നമുക്ക് മെമ്പർ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു test2 എന്ന് പറയുന്നതിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ വേരിയബിളിന്റെ മെമ്പറായിട്ട് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. സോ നമുക്കിത് വേരിയബിൾ എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേരിയബിൾ എഴുതേണ്ട ആവശ്യമില്ല ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റും. സോ ഞാനിതിനെ കോൾ ചെയ്യാണ്. Java test.java sorry Java കമ്പയർ ചെയ്തില്ല. സിസ്റ്റം ഡോട്ട് റിസൾട്ട് ഓക്കെ, ഒരു ബ്രാക്കറ്റ് കുറവായിരുന്നു. ദെൻ ഞാൻ റൺ ചെയ്യണം, കമ്പയർ ചെയ്യണം ഒന്നുകൂടി. സോ ഇപ്പൊ എറർ ഒന്നും വന്നിട്ടില്ല. ദെൻ ഞാനത് റൺ ചെയ്യാണ്. സോ റിസൾട്ട് 2 20 / 10 എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടിയത്. സോ ഞാനിതിനെ ഇവിടെ ഞാനൊരു ഈ 10 എന്നതിന് പകരം ഞാൻ 0 കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരുമെന്ന് നോക്കാം. അപ്പൊ 0 കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന എറർ എന്താന്ന് നോക്കാം. കമ്പൈൽ ചെയ്യുമ്പോൾ എറർ കാണിക്കത്തില്ല. ദെൻ റൺ ചെയ്യുന്നു. അപ്പൊ റൺ ചെയ്യുമ്പോൾ നമുക്ക് എക്സെപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞ എക്സെപ്ഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഒരു എറർ ജനറേറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം.
ആ ത്രോസ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് എററാണോ വരാൻ ചാൻസ് ഉള്ളത് അതിന്റെ ഒബ്ജക്റ്റ് അവിടെ കൊടുക്കും, അതിന്റെ ക്ലാസ് അവിടെ കൊടുക്കാം. ഇതിന് അത് മാത്രമല്ല കോളിങ്ങിലും ചേഞ്ച് വരണം. ട്രൈ ക്യാച്ചിനകത്തായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ട്രൈ ക്യാച്ചിനകത്തായിരിക്കണം പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, then arithmetic exception ഈ എന്നുള്ള റെഫറൻസ് ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കവിടെ യൂസ് ചെയ്യാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ല ഈ ഡോട്ട് മെസ്സേജ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ നമുക്ക് ഒരു എറർ ജനറേറ്റ് ചെയ്യേണ്ടോ എന്ന് നമുക്ക് അറിയാം, അല്ലെങ്കിൽ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ത്രോസ് എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇത് കമ്പൈൽ ചെയ്തു, കമ്പൈൽ ചെയ്ത് തരണമൊന്നുമില്ല, ദെൻ റൺ ചെയ്യണേ ഞാനത്. സോ ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എറർ അവിടെ നമുക്ക് കാണിക്കുന്നു. സോ ഇതിനകത്ത് നമുക്ക് ഇത് എത്ര എക്സെപ്ഷൻ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് അറേ ഔട്ട് ഓഫ് ബൗണ്ട് ഇൻഡെക്സ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോമ ഇട്ട് അറേ ഔട്ട് ഓഫ് ബൗണ്ട്, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷനും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആ പർട്ടിക്കുലർ ക്യാച്ച് നമ്മൾ അവിടെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ദെൻ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇ എന്നുള്ളത് നമുക്ക് എന്ത് വേണം, ഇപ്പൊ ഇ എന്നുള്ളത് ഒരു റെഫറൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ എസ് എന്ന് എററിന് ഇന് വരെ നമുക്ക് ഇ ആർ ആർ എന്ന് കൊടുക്കാം. ഇ ആർ ആർ ഡോട്ട്, അപ്പൊ ഇതിന്റെ ഇ ആർ ആർ ഡോട്ട് മെസ്സേജ് ഇങ്ങനെ കൊടുത്താലും ഇത് എറർ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് രണ്ടിലും, കാരണം അത് റെഫറൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആരും ക്ലാസിന്റെ റെഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമുക്കൊരു അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഈ ട്രൈയില് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കാം. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ് CHK എന്ന് പറഞ്ഞ പേര് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഈ ടെസ്റ്റ് ഏറ്റവും ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തുകൊണ്ട് എഴുതുകയാണ്. ഞാൻ CHK ആണ് പേര് കൊടുത്തത്. ഓക്കെ,
സോ ഞാനിത് ആ പഴയ ഒരു ഫംഗ്ഷൻ തന്നെ ഇവിടെ വീണ്ടും യൂസ് ചെയ്തേക്കാണ്. സോ ഈ ഒരു ഫംഗ്ഷനിൽ ഞാനിപ്പോ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നോർമലി ആ എക്സെപ്ഷന്റെ അതേ സംഭവം തന്നെ യൂസ് ചെയ്തേക്കാണ്. ഇനി ഞാനൊരു പുതിയ കീവേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ കീവേഡ് എന്ന് പറഞ്ഞത് ഫൈനലി എന്നാണ് പേര്. ഈ കീവേഡ് എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ എക്സെപ്ഷൻ വന്നാലും എക്സെപ്ഷൻ വന്നില്ലെങ്കിലും നമുക്ക് ഇത് പ്രിന്റ് ചെയ്യണം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ല. എക്സെപ്ഷൻ വന്നാലും എക്സെപ്ഷൻ വന്നില്ലെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫൈനലി എന്ന ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഫൈനലി നമുക്ക് ഈ ക്ലാസ് CHK റൺ ചെയ്ത് നോക്കാം. Java C space CHK.java. ഫൈനലി സെമിക്കോൺ ഇട്ടില്ല. അപ്പൊ നിങ്ങൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. സോ കമ്പയർ ആയി, എറർ ഒന്നുമില്ല. then ഞാൻ റൺ ചെയ്യാണ്. ടു ഇൻ ഫൈനലി ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ 10/5 2. ഇതിനകത്ത് എറർ വന്നാലും എക്സെപ്ഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പൊ എക്സെപ്ഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഫൈനലി അകത്തുള്ളത് വർക്കായി. ദെൻ ഇതിന് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എക്സെപ്ഷൻ വരും. എക്സെപ്ഷൻ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ആര് പിടിക്കും കമാൻഡ് റൺ ചെയ്തു. സോറി അപ്പൊ ഡിവിഷൻ ബൈ 0, അതായത് ഇൻ ഫൈനലി എക്സെപ്ഷൻ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഫൈനലി എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രൈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ ജാവ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഈ 3 ബ്ലോക്കുകളാണ്. എന്തൊക്കെയാണ് ആ ബ്ലോക്കുകൾ നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ട്രൈ, ക്യാച്ച്, ഫൈനലി. ട്രൈ, ക്യാച്ച്, ഫൈനലി. നമ്മൾ ട്രൈ, ക്യാച്ച്, ഫൈനലി. ഈ ഫൈനലി ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് നമുക്ക് എന്ത് വന്നാലും ഈ ക്യാച്ചിന്റെ കഴിഞ്ഞുള്ള നമുക്ക് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്തിനാണ് ഈ ഫൈനലി, എന്തിനാണ് ഫൈനലി എന്നൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാനൊരു സിനറിയോ എടുക്കാം. സിനറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡാറ്റാബേസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡാറ്റാബേസിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തുമായിട്ട്? ഡാറ്റാബേസിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദെൻ പ്രോസസ് ചെയ്യണം. ഡാറ്റാബേസിലെ വാല്യൂസ് പ്രോസസ് ചെയ്യണം. ദെൻ കണക്ഷൻ ക്ലോസ് ചെയ്യണം. ഇത്രയുമാണ് നിങ്ങൾക്കൊരു ഡാറ്റാബേസിൽ ഒരു ഓപ്പറേഷൻ ആയിട്ട് ചെയ്യുന്നത്. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും എറർ വന്നു വെച്ചോ. അപ്പൊ ഈ കുറേയധികം ഡാറ്റാബേസ് കുറേയധികം വാല്യൂസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാല് എന്താ സംഭവിക്കാൻ നോക്കി. ഇത് നമ്മൾ ട്രൈനകത്താണ് നമ്മൾ എഴുതുന്നത്. ഈ ട്രൈനകത്ത് നമ്മൾ എന്തൊക്കെ എഴുതും? ട്രൈനകത്ത് എഴുതുന്നത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്, കണക്ഷൻ പ്രോസസ്, പിന്നെ ക്ലോസ്. ഇത്ര കാര്യങ്ങൾ നമ്മൾ എഴുതിയാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു എറർ വരെയാണ് ഇവിടെ വെച്ചിട്ട്. ഈ പർട്ടിക്കുലർ കമാൻഡിൽ വെച്ചിട്ട് നമുക്കൊരു എറർ വന്നു. അങ്ങനെ എറർ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ ഇത് ക്യാച്ചിനകത്തേക്ക് ഇത് പോകും. അതായത് ക്യാച്ചിനകത്തേക്ക് നേരെ എറർ പോകും. അപ്പൊ ഇങ്ങനെ ക്യാച്ചിനകത്തേക്ക് എറർ പോയി കഴിഞ്ഞാല് ഒരു എക്സെപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടാകുന്നു. എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് വരും?
എക്സെപ്ഷൻ അവിടെ വന്നു. ആ എക്സെപ്ഷൻ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് എക്സെപ്ഷൻ എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇത് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡാറ്റ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു എക്സെപ്ഷൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡാറ്റ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനലി എന്ന ബ്ലോക്കിനകത്തായിരിക്കണം നമ്മൾ എപ്പോഴും ഈ ഒരു ഡാറ്റാബേസ് ക്ലോസിങ്ങിന്റെ അതായത് അവസാനത്തെ കണക്ഷൻ ക്ലോസ് എഴുതി വെക്കേണ്ടത്. കാരണം നമുക്ക് എന്ത് വന്നാലും കണക്ഷൻ ക്ലോസ് ചെയ്യണം. സോ അത് മസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് കണക്ഷൻ ക്ലോസ് നമ്മൾ എഴുതി വെക്കേണ്ടത്. കാരണം ഇത് ട്രൈയില് എറർ എക്സൽ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഈ ഒരു ഫൈനലി എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ അതിന്റെ ഫൈനലി എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനത് കമന്റ് ചെയ്തതാണ്. അപ്പൊ ഇതാണ് ഈ ഫൈനലി കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. ഓക്കെ.